പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാർ, വിശദമായ വഅദ് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം സഖാഫി പുല്ലാർ ഉസ്താദ് അവർകൾ പറയും. ഞാൻ ഇന്നലെ ഇവിടെ ഒരു പരിപാടിക്ക് ഡേറ്റ് കൊടുത്തിരുന്നു. മർക്കസിൽ നിന്ന് ഇന്ന് 2 ക്ലാസ് കഴിഞ്ഞപ്പോൾ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇന്ന് രാവിലെ തറയിട്ടാർ ഉസ്താദ് വിളിച്ചിട്ട് നിർബന്ധമായിട്ടൊന്നൊന്ന് വരണം എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മർഹൂം അഹ്ലുസുന്ന വൽ ജമാഅയുടെ പടവാൾ എന്ന് ഒന്നും പറഞ്ഞാൽ മതിയാവൂല. ബഹുമാനപ്പെട്ട ഹസ്സൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാർ, അവരുമായി ബന്ധപ്പെട്ട സ്ഥാപനവും പരിപാടിയുമാണ് നമ്മുടെ ആശയങ്ങൾ, ആദർശങ്ങൾ, കർമ്മങ്ങൾ, ആചാരങ്ങൾ, അതൊക്കെ നമ്മുടെ ഈ കേരളത്തിന് പരിചയപ്പെടുത്തി അതിന്റെ വിരുദ്ധ ശക്തികൾ വന്നപ്പോ അതിന് തക്കതായ മറുപടി പറഞ്ഞ് അത് പഠിപ്പിച്ച് അതിവിടെ നിലനിർത്താനുള്ള പണ്ഡിതന്മാരെ വാർത്തെടുത്ത് അങ്ങനെ തന്റെ ജീവിതം മുഴുവനും ഭൗതിക ലാഭേച്ഛയില്ലാതെ, ഭൗതികമായ മറ്റൊരു താല്പര്യവുമില്ലാതെ ജീവിതം മുഴുവൻ റബ്ബിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ച അവരുടെ ബർക്കത്ത് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഓതി വെച്ച ആയത്തിന്റെ ചെറിയൊരാശയം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൈദ് യഅിദുകുമുല്ലാഹു യഹ്ദ ത്വായിഫത്തൈൻ. ഈ പരിശുദ്ധ ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നപ്പോ അതിനെ തടയിടാൻ വേണ്ടി രംഗത്തിറങ്ങിയ ശത്രുക്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിൽ നിന്നുള്ള പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ച് തൊട്ടടുത്ത രാജ്യമായ മദീനയിലേക്ക് അവിടെ പ്രബോധനത്തിനൊരു സാഹചര്യവും സൗകര്യങ്ങളും ഉണ്ട് എന്നറിഞ്ഞപ്പോ അങ്ങോട്ട് പ്രബോധനാവശ്യാർത്ഥം പലായനം ചെയ്ത് പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ ആശയങ്ങളെ അവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ സമാധാനത്തോടുകൂടി അത് ജനങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുമ്പോ മക്കയിൽ നിന്ന് അബൂജഹൽ, അതുപോലെ അവിടെയുള്ള പ്രമുഖരൊക്കെ ഒരു വലിയ യുദ്ധം നടത്തണം, അതിന് ധനസമാഹരണം നടത്തണം, അതിനുവേണ്ടി ഒരു കച്ചവടം, ഒരു ബിസിനസ് ഷാമിലേക്ക്. മക്കയിലുള്ള എല്ലാവരും അതിന് സഹായിക്കണം സാമ്പത്തികമായി. അതിനു പുറമെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ദീന്റെ സംരക്ഷണാവശ്യാർത്ഥം ബഹുമാനപ്പെട്ട സ്വഹാബത്ത് മാറി താമസിക്കുമ്പോ അവരുടെ സമ്പത്ത് ഇവിടെയുണ്ട്, അവരുടെ പുരയിടങ്ങളുണ്ട്, അവരുടെ ബാക്കി സമ്പത്തുകളുണ്ട്. അതൊക്കെ ഖുറൈശികൾ പിടിച്ചെടുത്തിരുന്നു. അതൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും ആ ആദർശങ്ങളെയും ആശയങ്ങളെയും ഉന്മൂലനം ചെയ്യണമെന്ന ലക്ഷ്യത്തോടു കൂടെ സ്വഹാബത്തിന്റെ തന്നെ സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടിയവർ ഒരു ഒട്ടക കാഫില, ഒരു ഒട്ടക സംഘം കച്ചവടത്തിന് വേണ്ടി. അതിന്റെ നേതൃത്വം അബൂ സുഫിയാനാണ്. അന്ന് അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ആ പോകുന്ന വിവരം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു. എന്തിനാണ് പോകുന്നത്? ഇതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട്
യുദ്ധം നടത്തണം. നഫീർ എന്നാണ് അതിന് പറയാ, സായുധ പോരാട്ടം. അതിന്റെ നേതൃത്വം അബൂജഹിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ വിവരം ലഭിച്ചപ്പോ ഇങ്ങനെ ഒരു കച്ചവട സംഘം ഷാമിലെത്തി. അവര് ബിസിനസ് നടത്തി ധനസമാഹരണം നടത്തി കഴിഞ്ഞാൽ ഇവിടെ യുദ്ധം നടക്കും. യുദ്ധം നടന്നാൽ എല്ലാവർക്കും അത് പ്രയാസമാണ്. മാത്രമല്ല, യുദ്ധം നടക്കുന്നത് എന്തിനാണ്? ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കേണ്ടുന്ന ഒരു ആദർശത്തിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ കച്ചവടം നടന്നുകൂടാ. ആ നിലക്ക് അതിനെ തടയിടാനെന്നുള്ള നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ മദീനയിൽ നിന്ന് അവർ പുറപ്പെട്ടത് അതിനു വേണ്ടിയാണ്. 300 ചില്ലാനം സ്വഹാബികൾ. അവര് വഴിയിലെത്തിയപ്പോഴേക്ക് ഇവര് അബൂ സുഫിയാനും സംഘവും അവര് കടന്നു കളഞ്ഞിട്ടുണ്ട്. ചരിത്രം നിങ്ങൾക്കറിയും, ഞാൻ ചരിത്രം വിശദമായി പറയല്ല. അതിൽ നിന്ന് 1-2 പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്, അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി. അല്ലാഹു പരിശുദ്ധ ഖുർആൻ ഇറക്കി, വൈദിയായിദുകുമുല്ലാഹു യഹ്ദ ത്വായിഫത്തൈൻ. അല്ലാഹു തആല നിങ്ങൾക്ക് രണ്ടാലൊരു വിഭാഗത്തിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരും എന്ന് അല്ലാഹു വഅദ ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ രണ്ടാലൊരു വിഭാഗം? ഒന്ന് ഗീർ അബീ സുഫിയാൻ, അബീ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘമാണ് ഒന്ന്. വനഫീറു അബീ ജഹൽ, അബൂജഹലിന്റെ കീഴിൽ സായുധ സംഘം പുറപ്പെട്ടിട്ടുണ്ട്, അതാണ് മറ്റൊന്ന്. ഇതിൽ രണ്ടാലൊരു സംഘത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയും. വതവദ്ദൂന അന്ന ഗൈറ ദാത്തി ശൗകത്തി തകൂനു ലക്കും, സഹാബത്ത് പ്രതീക്ഷിച്ചു വന്നത് ഏതാണ്? ആയുധങ്ങളില്ലാതെ കച്ചവടത്തിന് പോകുന്ന സംഘത്തെ പിടിക്കാനാണ് നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ വന്നതും. പക്ഷേ വയുരീദുല്ലാഹു, അല്ലാഹു തആല ഉദ്ദേശിച്ചത് ഇവിടെ സത്യം പുലരണം. ആദർശം ഖിയാമത്ത് നാൾ വരെ വരുന്ന അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക്, അടിമകൾക്ക് ആദർശം ഇവിടെ ലഭിക്കണം. അതുകൊണ്ട് അവിശ്വാസികൾ അഥവാ അക്രമകാരികൾ, അൽ കാഫിർ എന്ന് പറയുന്നത് സാധാരണ അമുസ്ലിമീങ്ങൾ എന്നർത്ഥമല്ല. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും കാഫിരീങ്ങളോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞത് കാണാം. പല പരിഭാഷകളും വായിച്ചുകൊണ്ട് പലരും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, പലരും തെറ്റിദ്ധരിക്കാറുമുണ്ട്. അവിടെ അൽ കാഫിർ എന്നാണ് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത്. അഥവാ ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്ന ശത്രുക്കളായ ഭീകരവാദികൾ എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. ഹർബിയായ കാഫിർ എന്ന അറബിയിൽ പറയും. അഥവാ മറ്റൊരു ആദർശമൊന്നും ഇവിടെ പാടില്ല, ഞങ്ങളുടേത് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞ് ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളാകുന്ന വിശ്വാസികൾ എന്നാണ് അൽ കാഫിർ എന്ന് പറഞ്ഞാൽ. അല്ലാതെ സാധാരണ ഒരേ രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ താമസിക്കുന്ന ദിമ്മികൾ എന്ന് പറയും. പരസ്പര സഹകരണത്തോടെ താമസിക്കുന്ന ആരാണെങ്കിലും അവരെ അകാരണമായി ആക്രമിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. എന്നല്ല, ഈ പരസ്പര സഹവൃത്തിത്തോടുകൂടെ ബഹുസ്വര രാജ്യത്ത് താമസിക്കുന്ന പല മതവിശ്വാസികൾ, അവരിൽ ഒരാൾക്ക് വെള്ളത്തിന് ദാഹിച്ചു. നിന്റെ അടുക്കൽ, ഒരു മുസ്ലിമിന്റെ അടുക്കൽ അല്പം വെള്ളമുണ്ട്, നിസ്കരിക്കാൻ സമയമായി. അതുകൊണ്ട് വുളൂ ചെയ്താൽ, അംഗസ്നാനം ചെയ്താൽ ഈ അവിശ്വാസിയായ സഹോദരന്, ഈ അമുസ്ലിമായ സഹോദരന് ദാഹിച്ച് അവൻ പ്രയാസപ്പെട്ടു പോകും. അവന് കുടിക്കാൻ വേറെ വെള്ളമില്ല എങ്കിൽ മുസ്ലിമായ സഹോദരൻ ഈ വെള്ളം കൊണ്ട് അംഗസ്നാനം അഥവാ വുളൂ എടുക്കാൻ പാടില്ല. അവൻ ആ വെള്ളം ആ സഹോദരൻ, അമുസ്ലിമായ സഹോദരന് കുടിക്കാൻ കൊടുക്കണം, അവന്റെ ദാഹം തീർക്കാൻ വേണ്ടി കൊടുക്കണം. എന്നിട്ടോ ഈ മുസ്ലിം തയമ്മും ചെയ്ത് നിസ്കരിച്ചു കൊള്ളണം. അവൻ ഈ വെള്ളം കൊടുക്കാതെ ഈ വെള്ളം കൊണ്ട് വുളൂ ചെയ്താൽ ഹറാം, നരകത്തിൽ പോകുന്ന കുറ്റമാണ്. അല്ലാഹുവിനത് തൃപ്തിയില്ല. ഇത് പഠിപ്പിച്ച മതമാണ് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഇസ്ലാം. ഇത് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഖുർആൻ. ഇത് പഠിപ്പിച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അത് ഞാൻ ചെറിയൊരു മസാല പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അമുസ്ലിമീങ്ങളെ ആക്രമിക്കാനോ അമുസ്ലിമീങ്ങളെ അവരുടെ ആക്രമിക്കുക എന്ന് മാത്രമല്ല, അവർക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കൊടുക്കാതിരുന്നാൽ വരെ
നരകത്തിൽ പോകുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഖുർആനിന് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞത് ആരോടാണ്? അത് നിങ്ങളുടെ ആദർശം ഇവിടെ പാടില്ല, നിങ്ങൾ ഇവിടെ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അബൂജഹല്, അതുപോലുള്ള ഉതുബത്ത് ശൈബത്തിനെ പോലുള്ള കടുത്ത തീവ്രവാദികൾ, കടുത്ത ഭീകരവാദികൾ, അവര് മറ്റുള്ളവരെ ആക്രമിച്ചപ്പോൾ ആ ഭീകരവാദത്തിനെതിരെയുള്ള യുദ്ധമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. തീവ്രവാദത്തിനെതിരെ നടന്ന യുദ്ധമാണ് ഉഹുദ് യുദ്ധം എന്ന് പറയുന്നത്. അല്ലാതെ അമുസ്ലിമീങ്ങളെയോ മറ്റിതര മതവിശ്വാസികളെയോ ആക്രമിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം ഇല്ല. ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, നിങ്ങൾക്ക് ആയുധ സംഘമല്ലാത്ത കച്ചവട സംഘത്തിനെ പിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ വന്നത്. പക്ഷേ വയുരീദുല്ലാഹു, അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇവിടെ സത്യം പുലരണം, അതിനെ എതിർക്കുന്ന, അതിനെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നവരെ നശിപ്പിക്കണം. അതാണ് അല്ലാഹു ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് വഴിയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല വിവരം കൊടുക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, 300 ചില്ലാനും സ്വഹാബിമാർ അവരോട് പറഞ്ഞു, നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് അല്ലാഹ് പറഞ്ഞ എന്താ നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകണോ, അതല്ല ഇവിടെ യുദ്ധത്തിന് ഒരുക്കണോ? അബൂ സുഫിയാനും സംഘവും വരുന്നു, അബൂജഹലും സംഘവും വരുന്നുണ്ട്. അതില് 313ഓളം വരുന്ന സ്വഹാബിമാരിൽ ഒരൊറ്റ കുട്ടിയും ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞില്ല. അല്ല നബിയെ, നമ്മളെടുക്കൽ ആയുധങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇപ്പൊ യുദ്ധത്തിന് വന്നാൽ എന്താകും, പിന്നീട് വന്നാൽ പോരല്ല, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അവരൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു, നബിയെ ലൗ സിർത ബിനാ ഇലാ ബർക്കിൽ ഗിമാദ് ലസിർനാ മഅക്. അങ്ങ് ബർക്കുൽ ഇമാദിലേക്ക് നടന്നാൽ, ബർക്കുൽ ഇമാദ് എന്ന് പറയുന്നത്, ബിർക്കുൽ ഇമാദ് എന്ന് പറയുന്നത് യമനിന്റെ അങ്ങേ തലക്കൽ അബിസീനിയയുടെ തൊട്ടടുത്തെത്തുമ്പോഴുള്ള വെള്ളക്കെട്ടിനാണ് ബിർക്കുൽ ഇമാദ് എന്ന് പറയുന്നത്. അങ്ങോട്ട് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് നടക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ ഈ നടത്തം അവിടെ വരെ തുടരുമെന്ന് ബഹുമാനപ്പെട്ട സഹാബിമാർ. മറ്റൊരു സഹാബി എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയെ ലൗ ഖുൽത ബിനൽ ബഹ്റ, നിങ്ങൾ ഞങ്ങളോട് സമുദ്രത്തിലേക്ക് അങ്ങ് കടക്കൂ എന്ന് പറഞ്ഞാലും ലഖുൽനാ മഅക്, ഞങ്ങൾ ആ സമുദ്രത്തിലേക്ക് കടക്കും. ഞങ്ങളോട് നിങ്ങൾ അഭിപ്രായം ചോദിക്കേണ്ടതില്ല, അങ്ങെന്താണോ പറയുന്നത് അത് അപ്പടി ഞങ്ങൾ ചെയ്യും. അതാണ് ദീന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറഞ്ഞോ അവിടെ പിന്നെ ആലോചനയില്ല, അവിടെ പിന്നെ അതിനെ ബുദ്ധി കൊണ്ട് അളക്കുന്ന പ്രശ്നം പിന്നെ ഇവിടെയില്ല. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതാണ് ദീന്, അതാണ് ബദരീങ്ങളുടെ ഒരു സന്ദേശം. എന്നിട്ടോ നബി തങ്ങൾ പോയി, ഞാനത് ചുരുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിന്റെ തൊട്ടടുത്തെത്തി, അവിടെ ഒരു പന്തല് കെട്ടി, അവിടെ വെച്ച് നബി തങ്ങൾ സുജൂദിലായി വീണു. അങ്ങനെ സുജൂദിൽ കിടന്നുകൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്യാൻ. അങ്ങനെ ദുആ ചെയ്യുമ്പോ നബി തങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട്, അല്ലാഹുമ്മ ഇൻതഹ്ലിക ഹാദിഹിൽ അൽസാബ, അല്ലാഹുവേ ഞങ്ങൾ കുറഞ്ഞ സംഘമാണ്, ഞാൻ അടക്കമുള്ള ഈ സംഘം അവരിവിടെ നശിച്ചാൽ ലൻ തുഅബദ ഫിൽ അർളി അബദാ, ഭൂമി ലോകത്ത് ഇനി ദീനുണ്ടാവൂല, ഭൂമി ലോകത്തിന് മുഅ്മിനീങ്ങൾ ഉണ്ടാവൂല, നിനക്ക് ആരാധന ചെയ്യാൻ ഒരൊറ്റ കുട്ടിയും ഇവിടെ ഉണ്ടാവൂല. അതെങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ? ഇനി ഇവിടെ വേറെ ആരെയും അല്ലാഹ് പടക്കൂലേ? നബി അല്ല, അതിന്റെ കാരണം എന്താ? ഞാൻ അടക്കമുള്ള ഈ സംഘം നശിച്ചാൽ ഞാൻ നബി അവസാനത്തെ നബിയാണ്. വലിയൊരു ആദർശമാണ് ഇവിടെ പഠിപ്പിക്കുന്ന നബി തങ്ങൾ. നബി അവസാനത്തെ നബിയാ. അവസാനത്തെ നബി വഫാത്തായി പോയാൽ, ഇവിടെ ആ ബദറിൽ തന്നെ അങ്ങ് ഷഹീദായി പോയാൽ പിന്നെ ഇനി ബാക്കി നിയമങ്ങളൊക്കെ ആരാ അവിടെ പറഞ്ഞുതരാം? വഹി വരാൻ ഇനി വേറെ നബി ഉണ്ടോ? നബി തങ്ങൾ അവസാനത്തെ നബിയല്ലേ? ഇനി വഹി സ്വീകരിക്കുന്ന ആൾക്കാണ് നബി എന്ന് പറയാ. അതുകൊണ്ട് തന്നെ ഹിജ്റ രണ്ടാമത്തൊക്കെ അല്ല ഇത് നടക്കുന്നത്. ബാക്കിയുള്ള കൊല്ലങ്ങളിലൊക്കെ വഹി കുറെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നീടാണ് നോമ്പ് വന്നത്, പിന്നീടാണ് ഹജ്ജ് വന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പഠിപ്പിച്ചതാണ്. അഖീദയിൽ തന്നെ പല കാര്യങ്ങളും പിന്നെയാണ് വഹി വന്നത്. ഖുർആനിന്റെ കുറെ ഭാഗം പിന്നീടാണ് ഇറങ്ങിയത്. നബി തങ്ങൾ ഇവിടെ വഫാത്തായി പോയാൽ, ഷഹീദായി പോയാൽ പിന്നെ ഇനി ദീൻ എങ്ങനെ കിട്ടും? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി ഒരു നബി ഇവിടെ വരാനില്ലല്ലോ, പിന്നെ ഇവരെ നന്നാക്കാൻ ഇനി ആരുണ്ട്? ഇവർക്ക് അഖീദ പഠിപ്പിക്കാൻ ആരുണ്ട്? ഞാൻ അവസാനത്തെ നബിയാണ് എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അങ്ങനെ നബി തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുമ്പോ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
നബി തങ്ങളുടെ വലതുഭാഗത്ത് പിടിച്ച് എണീപ്പിക്കാണ്. മദിനബിയെ മദിനബിയെ ദ്വാരുന്നത് മതി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇടത്ത ഭാഗത്ത് വന്നിട്ട് പിടിച്ച് എണീപ്പിക്കാണ്. മദിനബിയെ ഇന്നല്ലാഹ യഫീലക മാ വഅദക, അല്ലാഹു തആല കരാർ പറഞ്ഞിട്ടുണ്ടല്ലോ, രണ്ടാലൊരു സംഘത്തെ കീഴ്പ്പെടുത്തി തരുന്നു. അത് അല്ലാഹു തആല അവിടുത്തെ കരാർ പാലിക്കുന്ന ഉറപ്പല്ലേ? അതുകൊണ്ട് നബിയെ തങ്ങൾ എണീറ്റോളൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഞാൻ അത് പറയാനത് പറഞ്ഞത്. നബി തങ്ങൾക്ക് പേടി, സഹാബത്തിന് പേടില്ല. അങ്ങനെയാണോ? അങ്ങനെയല്ലേ ബാഹ്യമായി ചരിത്രത്തിൽ നിന്ന് നബി തങ്ങൾ ഇങ്ങനെ പേടിച്ചിട്ട് ദുആ ചെയ്യാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മതി നബിയെ, അല്ലാഹു തആല നമുക്ക് വിജയം തരും, നിങ്ങൾ പേടിക്കണ്ട, എണീറ്റാണ്, ദുആ മതി. ഞാൻ കേട്ടു ഒരാൾ ഇത് പറയുന്നത്, നബി തങ്ങളെക്കാൾ നുബുവത്തുള്ള ആളുകളെക്കാൾ ചിലപ്പോ ഔലിയാക്കൾക്ക് അല്ലാഹു പല ഉറപ്പും കൊടുക്കുന്ന ഒരു കള്ളത്തൊരീക്കത്തിന്റെ ആള് ഈ ചരിത്രം പറഞ്ഞു പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്, ചരിത്രം കേട്ടാലും അങ്ങനെ തന്നെയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇവര് പറയാൻ മതി, നബി എണീക്കുന്നില്ല, എന്നിട്ട് പിടിച്ചെണീപ്പിക്കുകയാണ്. എന്നിട്ട് ഇവൻ പറയാ എന്ത്? ഔലിയാക്കൾക്ക് അല്ലാഹു ചില ഉറപ്പൊക്കെ കൊടുക്കും, ഔലിയാക്കൾക്ക് ചില ഉറപ്പ് കൊടുക്കും. പിന്നെ ആരാണ് ഈ ഔലിയ, ആരാണ് നബി? ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടും അങ്ങനെ ചില പിയച്ച ആളുകൾ പറയാറുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടേക്ക് വിവരമൊക്കെ കുറവാണ്, ഖദർ എന്നവർക്ക് വിവരം കൂടുതലാണ്, ഖദർ ഔലിയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈമാൻ ഉറപ്പില്ലാതിട്ടല്ല നബി തങ്ങൾ എന്തിനാ ദുആ ചെയ്തത്? ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ചരിത്രം വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ ലോകപ്രശസ്ത സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈമാൻ കുറഞ്ഞത് കൊണ്ടോ ഔലിയാക്കൾക്ക് ഈമാൻ കൂടി എന്ന് പറഞ്ഞ് പിഴച്ച വാദങ്ങൾ കൊണ്ടുവരണ്ട. ഇവിടെ നബി തങ്ങൾ ദുആക്കിരുന്നത് എന്തിനാണ്? എന്റെ സ്വഹാബത്തിനോട് വഴിയിൽ വെച്ചാണല്ലോ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞത്. അവരുടെ അടുക്കൽ ആയുധങ്ങളൊന്നുമില്ലല്ലോ, അവര് വലിയ പേടിയിലാണ് സ്വഹാബത്ത്. പേടിച്ചുകൊണ്ട് യുദ്ധം ചെയ്താൽ യുദ്ധം ജയിക്കൂല. അതുകൊണ്ട് എന്റെ സ്വഹാബത്തിന് അവരുടെ പേടി പോക്കി അവർക്ക് സക്കീനത്ത്, തുമൈനീനത്ത്, അവർക്ക് സമാധാനം കൽബിലിട്ട് കൊടുക്കണം. അതാ നബി തങ്ങൾ ഓർക്കണത്. എന്റെ സ്വഹാബത്തിന് അല്ലാഹുവേ നീ സമാധാനം കൽബിലിട്ട് കൊടുക്കണേ. ആ ഇട്ട് കൊടുത്തു എന്നുള്ളത് അറിയണമെങ്കിൽ സഹാബിമാര് വന്നിട്ട് പറയണം, ഞങ്ങൾക്ക് പേടി തീർന്നിട്ടുണ്ട്, എണീറ്റാളി മതി. അപ്പൊ നബിക്ക് മനസ്സിലായി ഇവരെ പേടി തീർന്നിട്ടുണ്ട്. അതിനാൽ ഇവരുടെ പേടി പോകണം, ഇവർക്ക് സമാധാനം കൽബിൽ വരണം. കാരണം ഇതൊരു വലിയ യുദ്ധത്തിനുള്ള ഒരുക്കമാണ്, ആദ്യമായി നടക്കുന്ന വലിയ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ആയിരക്കണക്കിന് ശത്രുക്കളോട്, സർവായുധ വിഭൂഷിതരായ ശത്രുക്കളോടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. ഇവരെടുക്കൽ ആയുധമില്ല, ഇവര് വലിയ പേടിയിലാണ്. അപ്പൊ അള്ളാഹുവിനോട് നബിതങ്ങൾ സുജൂദിലായിട്ട് അള്ളാഹുവേ എന്റെ സ്വഹാബത്തിന് കൽബിന് സമാധാനം കൊടുക്കണം, ഇതാണ് ഓർക്കുന്നത്. അപ്പൊ ഇവർക്ക് കൽബിന് സമാധാനം അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കുകയാണ്. നബിയെ മതി, ഞങ്ങൾക്ക് പേടി പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് സമാധാനമായിട്ടുണ്ട്, ഇനി തങ്ങൾ ദുആ നിർത്തിക്കാളി. ഇതാണ് ആ പറഞ്ഞതിനർത്ഥം. എന്നല്ലാതെ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം ഏത് നബിമാരാണോ അവരെക്കാൾ കൂടുതൽ അറിവും ഈമാനുമുള്ള ഒരൊറ്റ ആയിരമല്ല ലക്ഷക്കണക്കിന് ഔലിയാക്കൾ കൂടിയാലും ഒരു നുബുവത്തിന്റെ പവറിന്റെ അവിടേക്ക് എത്തൂല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അത്തരം കാര്യങ്ങളാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ അടിത്തറ. അവിടെ അവിടെ ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്താണ്. ഈ വിഷയം മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്. പല ആളുകളും ഇന്ന് രംഗത്ത് വരുന്നുണ്ട്. ഞാനിപ്പോ ഒരു പുസ്തകം, ഞാനത് കഴിഞ്ഞ 4 ദിവസം മുന്നേ ഐക്കരപ്പടിൽ ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദിന്റെ ആണ്ടിൽ വെച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് ആ പുസ്തകം എടുത്തിട്ടില്ല, അത് മാത്രം. അമേരിക്കയിൽ ഈസാ നബി ഇറങ്ങിയ ഒരു ശൈഖിന് ഇപ്പൊ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ത്വരീഖത്തുണ്ട്, ഗോഹർ സോഹി എന്നാണ് അതിന് പേര്. ആള് ലണ്ടൻ ആസ്ഥാനായി പ്രവർത്തിക്കുന്ന ആളാണ്. ഇവിടെ പല സ്ഥലത്തും ബിരുദധാരികളായ ആളുകള് അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. പഴയ ആളുകളും ആ ഗ്രൂപ്പിൽ പെട്ട് പേച്ചു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പേരെന്നെ പറഞ്ഞത്. ഒരു 5-6 മാസം മുന്നേ ഞാനത് ഓർമ്മപ്പെടുത്തിയിരുന്നു. ഇപ്പോ അതൊന്നുകൂടി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ കാണാം, അദ്ദേഹം
അമേരിക്കയില് ഒരു ലോഡ്ജിലിരിക്കുമ്പോ ഈസാ നബി പാതിരക്ക് അയാൾക്ക് വന്നു. എന്നിട്ട് അയാൾ ഈസാ നബിയും അയാൾ മഹദിയും മറ്റത് ഈസാ നബിയും ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട്, പുസ്തകത്തിൽ ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ വലിയ ദജ്ജാലുകള്, വലിയ കള്ളത്തരം പറയുന്ന ആളുകള്, അള്ളാന്റെ ദീനിന്റെ പേരിൽ ആത്മീയ രംഗം ചൂഷണം ചെയ്യുന്ന പലരും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീന്, അത് വിശ്വാസപരമാവട്ടെ കർമ്മപരമായ കാര്യങ്ങളാകട്ടെ തസവുഫാട്ടെ, മൂന്നും നബി തങ്ങൾ പഠിപ്പിച്ചിരുന്നു. ഈ മൂന്നും കൂടിയതിനാണ് ദീൻ എന്ന് പറയാം. നബി പഠിപ്പിക്കാത്ത ഒരു ആത്മസംസ്കരണ മുറകളും ഇല്ല. നബി തങ്ങൾ പഠിപ്പിച്ച ആത്മസംസ്കരണ മുറകൾക്ക് പകരം ഇവിടെ മറ്റൊരു വഴി ആര് തെരഞ്ഞെടുത്താലും നബി തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാം, നബി തങ്ങൾ പഠിപ്പിച്ച ദീന്, അതില് വിശ്വാസമുണ്ട്, കർമ്മങ്ങളുണ്ട്, ആത്മീയതയുണ്ട്, ഇഹ്സാൻ എന്ന് പറയും. ഇത് മൂന്നിനുമാണ് ഇസ്ലാം എന്ന് പറയാ, ഇത് മൂന്നിനുമാണ് ദീന് എന്ന് പറയുക. ഈ ദീനിന് പകരമായിട്ട് വല്ല ആത്മീയ വഴികളും ആരെങ്കിലും തേടിയാൽ ഫലയുഖ്ബലമിൻ, അതല്ലാഹു സ്വീകരിക്കുന്നതല്ല, അതല്ല പൊരുത്തപ്പെടുന്നതല്ല. അല്ല പൊരുത്തപ്പെട്ടത് അൽയൗമാക്കുമൽതു ലക്കും ദീനക്കും വാത്മംതു അലൈക്കും നിഅ്മതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹു പൊരുത്തപ്പെട്ടത് നബിതങ്ങളാൽ ഇവിടെ പഠിപ്പിക്കപ്പെട്ട ദീനാണ്. നബിതങ്ങൾക്ക് വഹ്യ് മുഴുവൻ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. കുറച്ചു കാര്യം അല്ലാഹു അവിടെ ബാക്കി വെച്ച്. ഇനി നബിയുടെ വഫാത്തിന് ശേഷം ഏതെങ്കിലും ഒരാളുടെ കൽബിലേക്ക് ഇൽഹാമായിട്ട് ഇട്ടുകൊടുക്കാനായിട്ട് ഒരു മസാലയും അല്ലാഹു ബാക്കി വെച്ചിട്ടില്ല. ഇനി അള്ളാന്റെ അടുക്കൽ നമുക്ക് തരാനുള്ള മസാല ഇല്ല. ദീനിന്റെ മസാലകളൊന്നും അല്ലാഹു ബാക്കി വെച്ചിട്ടില്ല, ഒക്കെ നബി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ നബി വന്നത് നബിക്കെല്ലാം കിട്ടിയിട്ടില്ല എന്നല്ലേ വരിക. അപ്പൊ വിശ്വാസ കാര്യങ്ങളാവട്ടെ, ആത്മസംസ്കരണ മുറകളാകട്ടെ, എല്ലാം അല്ലാഹു വഹിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും ബാക്കിയില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട ആത്മീയ ലോകത്ത് മുടിചൂടാമന്നനായ ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടത്തെ അൽ മീസാൻ എന്ന് പറയുന്ന കിതാബിന്റെ ആമുഖത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി വഹിയിലൊന്നും ബാക്കിയില്ല, മസലകളൊന്നും ബാക്കിയില്ല. എല്ലാ മസലയും അല്ലാഹു തആല നബി തങ്ങളോട് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും ബാക്കിയില്ല. ഞാൻ മസലകളെ ഏതൊക്കെയാണ് എന്ന് ഖുർആനിൽ നിന്ന് ഗവേഷണം ചെയ്തെടുക്കുക. അതിന് അയിമ്മത്തുകളുണ്ട്, ഇമാമുമാർ, മുജ്തഹിദുകളായ ഇമാമുമാർ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇമാം അഹ്മദ് നബി റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബു ഹനീഫ ഇമാമിനെ പോലെയുള്ള വലിയ വലിയ മഹാന്മാർ, ഗവേഷണപ്പെടുക്കളായ ഇമാമുമാർ, അവർ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അതൊക്കെ ഗവേഷണം നടത്തി തന്നിട്ടുണ്ട്. ഖുർആനോ അത് അല്ലാഹു തആല മുഴുവൻ വഹി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നബിതങ്ങളോ നബിതങ്ങളിൽ നിന്ന് പഠിപ്പിച്ച സ്വഹാബത്തിനോ കിട്ടാത്ത ഒരു ആത്മീയ മാർഗങ്ങളും അള്ളാന്റെ അടുക്കൽ നിന്ന് ഒരാൾക്കും ഇൽഹാമായിട്ട് അല്ലാഹു കൊടുക്കൂല. നബി പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരാൾക്കും ഇൽഹാമ് കൊടുക്കൂല. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. തലബുൽ ഇൽമി ഫരീളത്തുൻ. ആ അൽ ഇൽമ് എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വാസം പെട്ടു, കർമ്മങ്ങൾ പെട്ടു, ഇസ്ലാം കാര്യം പെട്ടു, ഇഹ്സാൻ തസ്വീർ, ഈ മൂന്ന് കാര്യവും പഠിക്കൽ നിർബന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തലബുൽ ഇൽം, ഈ മൂന്ന് കാര്യങ്ങളും പഠിക്കൽ നിർബന്ധമാണ് എന്ന് നബി തങ്ങൾ. അത് മൂന്ന് നമ്മൾ എത്ര പഠിക്കണം? ഈമാൻ കാര്യം, അഖീദ എത്ര പഠിക്കണം? നമ്മുടെ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാനുള്ള അത്ര പഠിക്കൽ നിർബന്ധം. അതുപോലെ കർമ്മങ്ങളിൽ എത്ര പഠിക്കണം? നമ്മുടെ നിസ്കാരം, നോമ്പ്, ഹജ്ജ് പോലുള്ള കർമ്മങ്ങള് വെക്കാതെ ശരിയായ രൂപത്തിൽ ചെയ്യാൻ പറ്റിയ അത്ര പഠിക്കൽ നിർബന്ധം. അതിനപ്പുറം പഠിക്കലോ? അതിനപ്പുറം പഠിക്കല് ഫർള് കിഫയാണ്. ആരെങ്കിലുമൊക്കെ കുറച്ചാളുകൾ പഠിക്കണം. കാരണം സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഹുത്തുബോധണം, കാലിയാവണം, വിഷയം ഉണ്ടെങ്കിൽ അത് കുറച്ച് ആളുകൾ പഠിക്കണം. എല്ലാവരും പഠിക്കൽ നിർബന്ധം. അവനാന്റെ നിസ്കാരവും നോമ്പും കർമ്മവും ഒക്കെ ശരിയാകണം, ബാത്തിലാകണം, അത്ര എല്ലാവരും പഠിക്കണം. അതാണ് നമ്മൾ മദ്രസകളിലും. അത് കഴിഞ്ഞാൽ പിന്നെ സംശയം ഉണ്ടെങ്കിൽ പള്ളിയിൽ വന്നിട്ടും ഉസ്താദുമാരോട് ചോദിച്ചിട്ടും ഇതുപോലുള്ള സദസ്സുകളിൽ നിന്നൊക്കെ അത് പഠിക്കും. അതേ സമയത്ത് ഇതുപോലെ സ്ഥാപനം ഉണ്ടാക്കി അതിൽ നമ്മൾ കുട്ടികളെ വെച്ച് അവർക്ക് കൂടുതൽ പഠിപ്പിക്കും. അതെന്തിനാ? ബിരുദം കൊടുക്കും കോളേജുകളിലൊക്കെ ബിരുദം. അതെന്തിനാണ്? അതെല്ലാവർക്കും നിർബന്ധമുള്ള കാര്യമല്ല. കുറച്ചാളത് പഠിക്കണം. അതിനെ ഫർള് കിഫ. അപ്പൊ എല്ലാവരും കുറ്റം ഒഴിവാകും. കാരണം ഇവിടെ മസലയിൽ തർക്കം വന്നാൽ പറയാൻ എന്തു വേണം? ഉസ്താദുമാർ വേണം, ഫത്വ കൊടുക്കാൻ ഉസ്താദുമാർ വേണം. അതുപോലെ തന്നെ എന്തെങ്കിലും തർക്കം വന്നാൽ കാലി വേണം.
അപ്പൊ അതിനുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അതിനാണ് നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ. അതുകൊണ്ട് അതൊക്കെ നമ്മൾ സഹായിക്കുകയും അതിനൊക്കെ നിലനിർത്തുകയും അതിന് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയും വേണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അൽഹംദുലില്ലാ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ദഅവാ കോളേജ് ചെറിയ വിദ്യാർത്ഥികൾക്ക് അതുണ്ട്. അപ്പുറത്ത് നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ കീഴിലായിട്ട് ജാമിഅത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ കീഴിൽ ബിരുദാനന്തര ബിരുദം അഥവാ ബിരുദം നേടിയ വിവിധ കോളേജുകളിൽ നിന്ന് ബിരുദം നേടിയ ഏതാനും ചില വിദ്യാർത്ഥികളെ പ്രത്യേകം തെരഞ്ഞെടുത്തിട്ട് അവർക്ക് പ്രത്യേക വിഷയങ്ങളൊക്കെ കോച്ചിങ് കൊടുക്കുകയാണ്. കാരണം ഓരോ വിഷയത്തിലും MD-കൾ വേണം. MBBS മാത്രം പോരല്ലോ, ഓരോ വിഷയത്തിലും MD-കൾ വേണം. അപ്പൊ അതിനുവേണ്ടി ഇവിടെ അങ്ങനെ ഉണ്ട്. മർക്കസുൽ തഖസ്സുസ് എന്ന് പറഞ്ഞിട്ട് ആ രംഗത്ത് ബിരുദാനന്തര ബിരുദം പല കോളേജുകളിൽ നിന്ന് റാങ്ക് കിട്ടിയ 35ഓളം ആളുകൾക്ക് അവിടെയും നമ്മൾ സ്റ്റൈപ്പൻഡ് കൊടുത്തുകൊണ്ട് അവർക്കും അത് പഠിപ്പിക്കുന്നുണ്ട്. ജാമിയ സയ്യിദിയയില് 40ഓളം ആളുകൾ അങ്ങനെ ബിരുദാനന്തര ബിരുദം അവർക്കും സ്റ്റൈപ്പൻഡ് കൊടുത്ത് അവിടെയും പഠിക്കുന്നുണ്ട്. ഇങ്ങനെ പല കോളേജ്. ഇതൊക്കെ ആവശ്യമായത് ഓരോ സമയത്ത് നമ്മുടെ നേതൃത്വം അത് കണ്ടറിഞ്ഞുകൊണ്ട് ഈ സമുദായത്തിന്റെ ദീന്, ഈ സമുദായത്തിന്റെ ഇസ്ലാം അത് അടുത്ത തലമുറക്കെത്തണം, തൊട്ടടുത്ത തലമുറക്കെത്തണം. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ദീൻ ഇവിടെ നിലനിർത്തണമെന്നുള്ള നിലയിൽ നമ്മുടെ ഉസ്താദുമാര് അധ്വാനിക്കുന്നത് അതിന് നിങ്ങളൊക്കെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. ഇനിയും സഹായിക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തിയും കൊണ്ട് അർഹമുർ റഹീമായ അല്ലാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവന്റെ പൊരുത്തത്തിലായിട്ട് കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദ് അവരുടെ ബറക്കത്ത് നമ്മുടെ മജ്ലിസിന് അല്ലാഹു നൽകുമാറാവട്ടെ. നേരത്തെ പറഞ്ഞ അഹമ്മദ് കോയ ഷാലിയാത്തി അടക്കം, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അടക്കം, നൂറുൽ ഉലമ, താജുൽ ഉലമ, ഇവരൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. അവരൊക്കെ നമ്മുടെ ദീനിന്റെ നേർസാക്ഷികളാണ്. അല്ലാഹു അവരുടെയൊക്കെ മദദ് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.